നമസ്കാരം, റിയൽ ന്യൂസ്. ഈയാട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 6ാമത് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഈയാട് MIUP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 1000-ലധികം പേർ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകിയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. ഈയാട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 6ാമത് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. ഈയാട് MIUP സ്കൂൾ അങ്കണത്തിൽ വച്ച് നടത്തിയ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 1000-ഓളം പേർ പങ്കെടുത്തു. 5 വർഷത്തോളമായി ഈ സൗഹൃദ കൂട്ടായ്മയുടെ കീഴിൽ ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് എല്ലാവരെയും ഒരേ വേദിയിൽ എത്തിച്ച് ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുക എന്നുള്ള ഒരു സന്ദേശം. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള, ഈയാട് നാട്ടുകാരെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ കൂട്ടായ്മയോടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് നല്ല നല്ല പരിപാടികളൊക്കെ ഞങ്ങളിവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇവിടെ നാട്ടിൽ നടക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് സൗഹൃദ കൂട്ടായ്മ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇഫ്താർ സംഗമവും ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അബ്ദുള്ള മുഖ്യ അതിഥിയായി. ഈയാട് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം സൗഹൃദ കൂട്ടായ്മ 5 വർഷക്കാലമായി, ഇത് 5ാമത്തെ വർഷം അല്ലേ, 5 വർഷമായി നടന്നു വരുന്നു. ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി, വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം എല്ലാ വിഭാഗം ആളുകളും ഇതിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി ഇത് സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അതേപോലെ ഇതൊരു വല്ലാത്ത ഒത്തുകൂടൽ, ഒരു ഒരുമിച്ച് കൂടലും ഒരു ചേർത്ത് പിടിക്കലുമായിട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ റംസാൻ നൽകുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും ഐക്യത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെതുമാണ്. ഏറ്റവും വലിയ പണക്കാരന് വ്രതം അനുഷ്ഠിക്കുന്നു, പാവപ്പെട്ടവനും വ്രതം അനുഷ്ഠിക്കുന്നു. ഈ പണക്കാരൻ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ആ ഒരു ദിവസം ആ നോമ്പിലൂടെ അയാൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, അല്പം ആ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു പ്രയാസം അയാൾക്ക് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള വല്ലാത്തൊരു ആഗ്രഹം ആ നോമ്പുകാരനിൽ ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഈ പരിശുദ്ധ റംസാൻ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. പ്രത്യേകിച്ച് ഈ ഈയാട് പ്രദേശത്ത് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 600-700 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇഫ്താർ സംഗമം. എല്ലാ വിഭാഗം ആളുകളും ജാതികൾക്കും മതത്തിനും ഇസത്തിനും പ്രത്യയശാസ്ത്രത്തിനും ഒക്കെ പിന്നെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു വല്ലാത്ത ഒരു കൂടിച്ചേരലാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. വല്ലാത്തൊരു അനുഭൂതിയും വല്ലാത്തൊരു സന്തോഷവുമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഏതായാലും ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. ദീർഘകാലം ഈ രീതിയിലുള്ള കൂട്ടായ്മ മുമ്പോട്ട് പോകാൻ സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും എല്ലാവിധ നന്മകൾ നേരുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സൗഹൃദ കൂട്ടായ്മയുടെ ഭാരവാഹികളായ നവാസ് ഈയാട്, ദിനീഷ് കുമാർ, അഷ്റഫ് എളേറ്റിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.